ചെറുപ്പത്തിലെ നര. +2 പഠിക്കണ കുട്ടിയാണ്. ചെറുപ്പത്തിലെ മുടി മൊത്തത്തിൽ നരച്ചിട്ട് അപ്പൊ അതല്ല മാറ്റമുണ്ട്. കഷണ്ടി അതിനെ കൊണ്ടാണ് മാഷ് ഇത് ഉപയോഗിച്ചത്. ഇപ്പൊ മാഷക്ക് മുടി വരുന്നുണ്ട്, നല്ല മാറ്റമുണ്ട്. ഒരു 1 വീക്ക് ഞാൻ യൂസ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് നല്ല ഒരു റിസൾട്ട് കിട്ടി. കാരണം 2-3 ദിവസം കൂടെ എന്റെ ചൊറിച്ചിലിന് നല്ലൊരു എന്താ പറയുക, മിനുസല്ലാത്തൊരു മുടിയായിരുന്നു. അത് തേച്ചതിന് ശേഷം നല്ല മിനുസും നല്ല തിക്കിലൊക്കെ വരൽ തുടങ്ങി. നമ്മള് താരന് മുടി കൊഴിച്ചില്, മുടി പൊട്ടി പോവുക, തിക്നെസ് വരിക, സോഫ്റ്റ് ആയിരിക്കുക, ഇത്രയും കാര്യങ്ങൾക്കാണ് നമ്മൾ മസ്റ്റ് ആയിട്ട് ഈ ഹെയർ ഓയിൽ കൊടുക്കുന്നത്. ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടാണ് കഷണ്ടിക്കും നിരക്കും റിസൾട്ട് ഉള്ളത്. ഡെയിലി ഉപയോഗിക്കുന്നുണ്ട്, അതിനുള്ള നല്ലൊരു മാറ്റമുണ്ട്. നല്ല കറുപ്പും വന്നിട്ടുണ്ട്, ഈ ഭാഗത്തൊക്കെ ഹെയർ വന്നിട്ടുണ്ട്. മുടിപൊട്ടല് പിന്നെ അത് തേച്ച് കുറച്ച് കഴിഞ്ഞപ്പോ, ഒരാഴ്ച കഴിഞ്ഞപ്പോ തന്നെ കുറെ കുറവ് ഇങ്ങനെ തോന്നി. ഇപ്പൊ നമ്മള് വെട്ടി കൊടുത്തതാണ്. അപ്പൊ ഈ തിക്കൊക്കെ നമ്മളെ ഈ ഹെയർ ഓയിലിന്റെ ഒരു ഗുണം തന്നെയാണ്, അത്രയും തിക്ക് വരാനും. അപ്പൊ ജർമ്മനിയിൽ വരെ ഈ ഒരു ഫാദി ഹെയർ ഓയിൽ ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് ഈ അകാലനിര അങ്ങനത്തെ കാര്യത്തിനൊക്കെ നമുക്ക് ഒരുപാട് റിസൾട്ട് ഉണ്ട്. ഇതിലാണ് നമ്മൾ തുടക്കം കുറിച്ചത്. ഏകദേശം 80 ലിറ്ററോളം ഉണ്ടാക്കുന്ന കുളിക്കുന്നതിന്റെ ഒരു 20 മിനിറ്റ് മുന്നേ തലയെ തേച്ചതിന് ശേഷം ജസ്റ്റ് കൈകൊണ്ടത് മസാജ് ചെയ്യണം. അപ്പൊ നമ്മൾ എന്തൊരു കാര്യമായാലും നമ്മളെ മക്കളിൽ നമ്മള് പരീക്ഷിക്കൂലല്ലോ. എന്തായാലും മക്കൾക്ക് കൊടുത്തിട്ട് നല്ല റിസൾട്ട് ഉള്ളതുകൊണ്ട് തന്നെയാണ്. ഇയാള് ഈ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ ഈറോഡ് പോയിട്ട് ഈ കൂട്ടുകളൊക്കെ കൂട്ടിയിട്ട് ഉണക്കി പരുവത്തിലാക്കി കൊണ്ടുവന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത്രയും ജെന്യൂൻ ആയിട്ടാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത് അർത്ഥം. ആവശ്യക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഇത് എങ്ങനെ കിട്ടുക അതൊന്ന് പറഞ്ഞുതരുമോ? എന്താണ് അതിന്റെ സംവിധാനം? വാട്സപ്പ് നമ്പർ അയക്കുന്നുണ്ട്. നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം മല്ലു മികല്ലൻ. താരനും മുടികൊഴിച്ചിലും ഒക്കെ വരുമ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതിന്ന് എല്ലാവർക്കും ഉണ്ട്, സർവ്വസാധാരണമാണ് എന്നൊക്കെ. എന്നാൽ മുടികൊഴിച്ചിൽ ഇങ്ങനെ അനിയന്ത്രിതമായി കുറച്ചു കാലത്തേക്ക് നീളുമ്പോൾ പിന്നീട് നമ്മളൊരു കഷണ്ടിക്കാരനായി മാറുകയാണ്. ഈ സമയത്ത് നമ്മുടെ സുഹൃത്തുക്കളും പ്രിയപ്പെട്ടവരും തന്നെ നമ്മളോട് പറയും, നീ ഒരു കഷണ്ടിക്കാരനായിട്ടുണ്ട് എന്ന്. ഇതോടുകൂടി സന്തോഷകരമായ നമ്മുടെ ജീവിതത്തിന്റെ ആ ഒരു അവസ്ഥ മാറുകയാണ്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരുപാടധികം കഷണ്ടിക്കാർക്ക് പുതിയ ജീവിതം നൽകിയ ഒരു നാച്ചുറൽ ഹെയർ ഓയിലാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. തികച്ചും പ്രകൃതിദത്തമായ ചേരുവകൾ കൊണ്ട് മാത്രം നിർമ്മിച്ചെടുത്തിട്ടുള്ള ഈ ഒരു ഹെയർ ഓയിൽ താരനും മുടികൊഴിച്ചിലും മാറ്റുന്നതോടൊപ്പം അകാലനിരയും മുടി പൊട്ടിപ്പോകുന്നതും ഒക്കെ മാറ്റിയെടുത്ത് മുടിക്ക് നല്ല കറുത്ത നിറം നൽകുകയും തിക്നെസ് നൽകുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ ഒരു നാച്ചുറൽ ഹെയർ ഓയിൽ ഇന്ത്യക്കകത്തുള്ള വിവിധ സ്ഥലങ്ങളിലും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലും അതുപോലെ തന്നെ ജർമ്മനി ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലും ഇന്ന് ഉപയോഗിച്ചു വരുന്നുണ്ട്. ഇതിന്റെ റിസൾട്ട് തന്നെയാണ് അതിനുള്ള ഏക കാരണം. തീർച്ചയായും ഈ ഹെയർ ഓയിലിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞത് മുതൽ അത് നിങ്ങളുമായി പങ്കുവെക്കണം എന്നുള്ള ഒരു വലിയ ആഗ്രഹമായിരുന്നു. നേരെ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നു നിങ്ങളുടെ, അല്ലെ? നമ്മുടെ പുതിയ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പേരൊന്ന് പറഞ്ഞോളൂ. സുൽഫത്ത്. അപ്പോഴേ നമ്മൾ ഒരുപാട് പേരുടെ അത്ഭുതപ്പെടുത്തുന്ന കുറെ റിസൾട്ടുകൾ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. കഷണ്ടിത്തലയിൽ വരെ മുടി വളർന്നു എന്നുള്ളത് ഇപ്പൊ ഒരാള് അനുഭവം പറയുകയുണ്ടായി. ഇത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഓയിലിന്റെ പുറകിലുള്ള ഒരു ശക്തി നിങ്ങളാണ്. അപ്പൊ എന്താണ് ശരിക്കും അതിന്റെ ഒരു രഹസ്യം എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ നമ്മൾ നിങ്ങളുടെ അടുത്ത് നേരിട്ട് തന്നെ വന്നിട്ടുള്ളത്. നമ്മളിപ്പോ 2 ദിവസമായിട്ടുള്ളൂ ഉണ്ടാക്കി വെച്ചിട്ട് ഇപ്പൊ പ്രഭാഷകർക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചെയ്യാന്ന് വിചാരിക്കുന്നത്. ഇതെന്റെ അനിയത്തിയാണ്. ഓയിൽ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ഞാനിപ്പോ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ആളാണ് വരുത്താറ്. ആളും ഞാനും കൂടിയിട്ടാണ് ഇതൊക്കെ ചെയ്യല്. മൈലാഞ്ചി പൊടി ഇത് നമുക്ക് കുറച്ച് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റില്ല ഈ ഓയിൽ എന്ന് പറഞ്ഞത്. അതായത് നമുക്ക് ഇതിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്തു വെക്കാണ്ട് മുൻകൂട്ടി തന്നെ ഒരു 4 ദിവസം മുന്നേ തന്നെ നമുക്ക് വെയിൽ കൊള്ളിക്കണം. ഈ മൈലാഞ്ചി അരച്ചിട്ട് ഉണക്കുക, അതുപോലെ തന്നെ കരിവേപ്പിന്റെ ഇല, കറ്റാർവായ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂട്ടി ചേർത്തിട്ട് ആണ് ഇത് ഉണക്കി പൊടിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ. ഏകദേശം 6ഓളം കണ്ടന്റുകൾ ഉണ്ട്. പെട്ടെന്ന് പച്ചല ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒരുപാട് സമയം നിൽക്കൂല. ഒരു 2 മാസമൊക്കെ ആകുമ്പോഴത്തേന് ബാഡ് സ്മെല്ല് വരും. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഈ ഉണക്കി പൊടിച്ചെടുക്കുന്നത്. കെമിക്കലുകളൊന്നും ചേർക്കുന്നില്ലല്ലോ, കെമിക്കൽസ് ഇല്ല. നമുക്ക് വേണമെങ്കിൽ ഇത് പുറത്തുനിന്ന് വാങ്ങിക്കാം ഈ പൊടി. പക്ഷെ നമ്മൾ അതിൽ ക്വാളിറ്റി ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് നമ്മളവിടെ ചുറ്റുപാടിലുള്ള മൈലാഞ്ചിയാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. അത് ഈ പറഞ്ഞതുപോലെ വെയിൽ മസ്റ്റ് ആണ്, ഇല്ലാന്നുണ്ടെങ്കിൽ പണി കിട്ടും. ഞങ്ങൾ ഇത് ഉണക്കാൻ വേണ്ടിയിട്ട് ഈറോഡ് വരെ പോയ ഹിസ്റ്ററിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നല്ല മഴയുള്ള സമയത്തും അവിടെ ക്ലൈമറ്റിൽ മാറ്റം ഉണ്ടാവുമല്ലോ, അപ്പൊ നടക്കൂല. ഈ മൈലാഞ്ചി ഈ പരുവത്തിലായി കിട്ടണം ഉണങ്ങിയിട്ട്. അത് നമ്മള് വെയിലില്ലാത്ത സമയത്തൊന്നും ഇത് പറ്റിയില്ല. അങ്ങനെ ഇയാള് ഈ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ ഈറോഡ് പോയിട്ട് ഈ കൂട്ടുകളൊക്കെ കൂട്ടിയിട്ട് ഉണക്കി പരുവത്തിലാക്കി കൊണ്ടുവന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഓ, അത് ശരി. അപ്പൊ അത്രയും ജെന്യൂൻ ആയിട്ടാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത് അർത്ഥം, അല്ലെ? നമ്മളോട് ചില ആളുകളൊക്കെ ചോദിക്കലുണ്ട്, ഇപ്പൊ ഈരോടൊക്കെ അത്രയും കഷ്ടപ്പെട്ടൊക്കെ പോണത് എന്തിനാ, തമിഴ്നാടൊക്കെ പോയി ഉണ്ടാക്കണം. പക്ഷെ നമുക്ക് എന്താ വെച്ചാല് ഇതൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, റെഡിമെയ്ഡ് വാങ്ങിക്കാൻ കിട്ടും. പക്ഷെ നമുക്ക് അതിലൊരു ക്വാളിറ്റി കുറവ് വരാൻ പാടില്ല. ആ ഒരു മസ്റ്റ് കാര്യം ആയതുകൊണ്ടാണ് നമ്മൾ ഇത്രയും റിസ്ക് എടുത്ത് അത്രയും യാത്ര ചെയ്തിട്ടും 3 ദിവസം 4 ദിവസമൊക്കെ അവിടെ സ്റ്റേ ചെയ്തിട്ടൊക്കെയാണ് ചെയ്യാറുള്ളത്. അപ്പൊ നമുക്ക് ആദ്യത്തില് ഇത് വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള കറ്റാർവായാണ്, സാധാ പച്ച കറ്റാർവായാണ്. ആ സമയത്ത് അരിഞ്ഞെടുത്തിട്ടുള്ളതാ. ഇതിന്റെ കൂടെ ആഡ് ചെയ്യും.
കുറച്ച് മൈലാഞ്ചിന്റെ പൊടി, അതുപോലെ തന്നെ ആവണക്കണ്ണ ഒരു ഇത്തിരി എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചതാണ്. അങ്ങനെ നമുക്ക് മിക്സ് ചെയ്ത് വെച്ചതാണ്. 2 മണിക്കൂറെങ്കിലും മിക്സ് ചെയ്ത് വെക്കണത്. ഓക്കെ. നമ്മൾ ആട്ടി വെളിച്ചെണ്ണയാണ്. കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന മാതിരി പാക്കറ്റ് ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നത്, മില്ലിൽ ആട്ടിയിട്ടുള്ള വെളിച്ചെണ്ണയാണ്. നമ്മൾ സാധാ വാങ്ങിക്കുന്ന വെളിച്ചെണ്ണയിലും കുറച്ച് ക്വാളിറ്റിയും കൂടുതലാണ്, റേറ്റും കൂടുതലാണ്. റേറ്റും കൂടുതൽ മാറ്റണ്ട്. നമ്മള് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ തൽക്കാലം പ്രേക്ഷകർ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മള് ക്വാണ്ടിറ്റി കുറച്ച് ചെയ്തത്. മിനിയാന്ന് ഉണ്ടാക്കിയിട്ടുള്ളൂ. 4 ദിവസം എല്ലാം ഒരാഴ്ച കൂടുമ്പോഴാണ് ഉണ്ടാക്കാറുള്ളത്. ഇപ്പൊ ഏകദേശം 10 ലിറ്ററോളം 15 ലിറ്ററോളം വെളിച്ചെണ്ണ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ തുടക്കം കുറിച്ചത്. ഒരു പാത്രത്തിൽ വെച്ചിട്ടായിരുന്നു നമ്മൾ ചെയ്തിരുന്നത്. അപ്പൊ അതിൽ നിന്ന് പിന്നെ ഈ പാത്രത്തിലേക്ക് മാറി ഇതിലേക്ക് എത്തി ഏകദേശം 80 ലിറ്ററോളം ഉണ്ടാക്കുന്ന പ്രോഗ്രസ് ചെയ്ത് നിങ്ങൾ അത്രയും ജെനുവിൻ ആയിട്ട് കൊടുക്കുന്നു, അതിന് അത്രയും റിസൾട്ട് ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും വളർച്ച ഉണ്ടാവുമല്ലോ അല്ലെ? അപ്പൊ ഇത് ഇങ്ങനെ എത്ര സമയം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം? ഇത് ഏകദേശം ഒരു ജസ്റ്റ് നമുക്ക് ഓവർ തിളപ്പിക്കണ്ട, ജസ്റ്റ് ഒരു തള വരുന്ന വരെ നമുക്ക് ഇതിലേക്ക് ഇനി പച്ച വെളിച്ചെണ്ണ യൂസ് ചെയ്യാനുണ്ട്. തിളപ്പിക്കാത്ത വെളിച്ചെണ്ണ ഇത് പ്രിപ്പയർ ആയി കഴിഞ്ഞാൽ എത്ര മാസം ഇതിനൊരു ലൈഫ് കിട്ടുന്നുണ്ട്? ഇതിപ്പോ ബാക്ടീരിയ സ്മെല്ലൊന്നും ഇല്ലാതെ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല, നാച്ചുറൽ ആയിട്ടുള്ള തന്നെയാണ്. അപ്പൊ നമുക്ക് പറഞ്ഞാൽ ഏകദേശം ഒരു 2 മാസമൊക്കെ നിൽക്കുള്ളൂ. അതിന്റെ കൂടുതലായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല, സ്മെല്ല് മാത്രമേ വരുള്ളൂ, അല്ലാണ്ട് വേറെ കേടുകളൊന്നും വരില്ല. സ്മെല്ല് നമ്മൾ എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്ത് പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്തില്ലല്ലോ സ്മെല്ലിന് വേണ്ടിയിട്ടൊന്നും. അപ്പൊ ആ സ്മെല്ല് ഉണ്ടെങ്കിൽ പോലും നമ്മൾക്ക് ആദ്യം ഉപയോഗിച്ച് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. നീലാമ്പരിയാണ്, ഉണക്കി പൊടിച്ച നീലാമ്പരി. അത് തന്നെ നമ്മള് വില കൊടുത്തിട്ട് ഉണക്കിയിട്ട് നമ്മൾ തന്നെ പൊടിച്ചെടുത്താണ്. നമുക്ക് ഈ അകാലനിര അങ്ങനത്തെ കാര്യത്തിലൊക്കെ നമുക്ക് ഒരുപാട് റിസൾട്ട് ഉണ്ട്. അത് നമുക്ക് കടകളിൽ വാങ്ങിക്കുന്നതിനേക്കാൾ നല്ല നമ്മൾ ഈ ഉണക്കി പൊടിച്ച് നമ്മൾ തന്നെ ആകുമ്പോൾ കൂട്ടുകളൊന്നും ഇല്ലല്ലോ, വേറെ ഒന്നും കൂട്ടുന്നില്ലല്ലോ. അപ്പൊ ഇതും ഇതുപോലെ അത്ര അവൈലബിൾ അല്ല, റെയർ ആയിട്ടാണ് നമ്മൾ ഈ ഏരിയയിലൊക്കെ ഉള്ളൂ. എത്ര കഷ്ടപ്പെട്ടാലും ചില കസ്റ്റമർ ഇപ്പൊ നമ്മളെ യൂട്യൂബ് വീഡിയോ ഇറങ്ങിയ ശേഷം നമുക്ക് ഭയങ്കര ഓർഡർ ചെയ്യും. ചില സമയത്ത് നമുക്ക് കസ്റ്റമറോടൊക്കെ വില പറഞ്ഞ സമയം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ ചോദിച്ചിട്ട് ഇത്ര ബുദ്ധിമുട്ട് എന്താന്ന്, നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കസ്റ്റമർ കൊടുക്കാം. പക്ഷെ നമ്മളൊന്നും ചെയ്തിട്ടില്ല. ആ സമയത്ത് പോലും നമ്മള് വെയിറ്റ് ചെയ്തിട്ടുള്ളൂ. നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ ഒരു പ്രാവശ്യം വെയിറ്റ് ചെയ്ത കസ്റ്റമർ പിന്നെ എത്രത്തോളം വെയിറ്റ് ചെയ്യാൻ നമ്മൾ കൂടെ തയ്യാറാണ്. ഇതിന്റെ ക്വാളിറ്റി അറിഞ്ഞാൽ പിന്നെ ആ കസ്റ്റമർ എത്ര സമയം വെയിറ്റ് ചെയ്തോളൂ അല്ലെ? നമ്മൾ ഈ പ്രൊഡക്റ്റിന് പ്രത്യേകിച്ച് പ്രൊമോഷൻ ഒന്നും ചെയ്യുന്നില്ല. ഇത് നമുക്കുള്ള ഓർഡർ എന്ന് പറയുന്നത് ഫുള്ള് റീ ഓർഡറുകളാണ്. അവരിലൂടെ അവര് റിലേറ്റീവ്സിന് അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സൊക്കെ നമുക്ക് ശരിക്കും ഓർഡർ വരുന്നത്. കാരണം നമ്മൾ ഈ പാതിക്ക് വേണ്ടിയിട്ട് നമ്മൾ അറ്റ്ലീസ്റ്റ് ആരോട് പറയുന്ന പോലും ഇല്ല. ഓ അത് ശരി. നിങ്ങളിപ്പോ ഫാമിലി മെമ്പേഴ്സ് എല്ലാം ഇതാണ് ഉപയോഗിക്കുന്നതെന്ന് കേട്ടല്ലോ. ഞങ്ങളുടെ വീട്ടിൽ ഏറ്റവും ചെറിയ ആള് 8 മാസമായിട്ടുള്ള എന്റെ അനിയത്തിന്റെ മോളാണ്. ആൾക്ക് വരെ യൂസ് ചെയ്യുന്ന ഇതാണ്. മുടി തീരെ ഇല്ലായിരുന്നു. അപ്പൊ അവളെ ഹസ്ബൻഡിന്റെ വീട്ടിൽ പോയിട്ട് പോലും അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുടി പെട്ടെന്ന് വന്നല്ലോ എന്ന്. കുട്ടികളെ കുറെ കാലമായിട്ട് ഡിലേ വന്നിട്ട് പിന്നെ കാണില്ലോ. അപ്പൊ ആൾക്കും ഇപ്പൊ അത്യാവശ്യം നമ്മൾ കസ്റ്റമേഴ്സ് ഏത് കസ്റ്റമേഴ്സ് നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങിക്കും നമുക്ക് വിളിക്കല്ലോ. വിളിക്കുന്ന സമയത്ത് നമ്മൾ പറയാറുള്ളത് നമുക്ക് വേണമെങ്കിൽ പറയാം നിങ്ങൾ കുറെ വാങ്ങിച്ചോളുന്നവര് 100 മില്ലിയാണ് നമ്മൾ ഏറ്റവും ചെറിയ പ്രൊഡക്റ്റ്. അത് വാങ്ങിച്ചിട്ട് റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് വിളിക്കുന്ന കസ്റ്റമേഴ്സ് ഒക്കെ ഒന്ന് കാണുമല്ലോ. അവരുടെ നമ്മൾ പ്രത്യേകം പറയുന്നുണ്ട് ഒന്ന് ഉപയോഗിച്ചിട്ട് റിസൾട്ട് ഉണ്ടെങ്കിൽ അടുത്ത് നിങ്ങൾ ഓർഡർ ചെയ്തോളുന്നതാണ്. കാരണം ഞങ്ങൾക്ക് അറിയാം കിട്ടുന്നുള്ളത് ഞങ്ങൾക്ക് അറിയാം. അതെ, കാരണം ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തായാലും റിസൾട്ട് ഉണ്ടാവും അറിയാം അല്ലെ? അതാണ് നിങ്ങളുടെ വിശ്വാസം, ഉറപ്പ് അല്ലെ? നമ്മളെ പാതി ഉള്ള അന്ന് മുതലേ ഈ പോപ്പുലാരിറ്റി കിട്ടിയ സമയം മുതലേ നമുക്ക് ജപ്പാനിലാണ് ജർമ്മനിയിലേക്ക് നമുക്ക് സ്ഥിരമായിട്ട് കുറവ് ഉണ്ടാറുണ്ട് കേട്ടോ. ഓ അത് ശരി. അപ്പൊ ജർമ്മനിയിൽ വരെ ഈ ഒരു ഫാദി ഹെയർ ഓയിൽ ഉപയോഗിക്കുന്നുണ്ട്. സാധാരണ റിസൾട്ട് കിട്ടുമ്പോ താരന് മുടികൊഴിച്ചിലൊക്കെ ഉള്ള ആളുകളാകുമ്പോ നമ്മൾ റിസൾട്ട് കിട്ടാൻ വേണ്ടി അവരോട് പറയും കുളിക്കുന്നതിന്റെ ഒരു 20 മിനിറ്റ് മുന്നേ തലയെ തേച്ചതിന് ശേഷം ജസ്റ്റ് കൈകൊണ്ടത് മസാജ് ചെയ്യണം. അങ്ങനെ യൂസ് ചെയ്യുന്നതാണ് അവർക്ക് ഏറ്റവും ഉത്തമ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. നല്ല പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആളുകളാണെങ്കിൽ അവർ കുളി കഴിഞ്ഞതിന് ശേഷം നമ്മൾ സാധാരണ പാരാഷൂട്ട് അങ്ങനത്തെ വെളിച്ചെണ്ണൊക്കെ ഉപയോഗിക്കണല്ലോ, അതുപോലെ യൂസ് ചെയ്താലും കുഴപ്പമില്ല. നമ്മൾ താരന് മുടികൊഴിച്ചില്, മുടി പൊട്ടി പോവുക, തിക്നെസ് വരിക, സോഫ്റ്റ് ആയിരിക്കുക, ഇത്രയും കാര്യങ്ങൾക്കാണ് നമ്മൾ മസ്റ്റായിട്ട് ഈ ഹെയർ ഓയിൽ കൊടുക്കുന്നത്. ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടാണ് കഷണ്ടിക്കും നിരക്കും റിസൾട്ട് ഉള്ളത്. പക്ഷെ നമ്മളൊരു കസ്റ്റമർ എടുത്തും കഷണ്ടിന്റെ കാര്യത്തിലും നരന്റെ കാര്യത്തിലും നമ്മൾ ഉറപ്പ് പറഞ്ഞു കൊടുക്കുന്നില്ല, ഒരാൾക്ക് ഇതുവരെ കൊടുത്തിട്ടില്ല. പക്ഷെ നമ്മളെ കയ്യിൽ നിന്ന് ഇപ്പൊ കൂടുതൽ പോകുന്നത് ഈ 2 കാര്യത്തിലാണ്. ഇപ്പൊ നമ്മളടുത്ത് കാസർഗോഡ് നിന്ന് കുറച്ച് മുന്നേ എൻ്റെ അടുത്ത് അവര് ഫാമിലി അടക്കോട് വന്നത്. അപ്പൊ അവർ ഇതേപോലെ ഞാനില്ലാത്ത സമയത്ത് സ്റ്റാഫിന്റെ കയ്യിൽ 4 ലിറ്റർ എണ്ണ
കൊണ്ടുപോകും. ഫസ്റ്റ് ടൈം ആണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, ഞാൻ അപ്പൊ കയറി വരികയാണ്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് കഷണ്ടി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ കൊണ്ടുപോകണ്ട, ഒരു ബോട്ടിൽ 2 ബോട്ടിൽ യൂസ് ചെയ്തതിന് ശേഷം പിന്നെ മാറ്റിയാൽ മതി. പക്ഷെ അവർ പറഞ്ഞു, ഇല്ല ഇപ്പൊ 2 ബോട്ടിൽ ഉപയോഗിച്ച് റിസൾട്ട് ഉള്ളപ്പോഴാണ് ഞങ്ങൾ ഇതിനു വേണ്ടി ബുക്കിംഗ് ചെയ്യാൻ ഞങ്ങൾക്ക് വിളിച്ചിട്ട് കിട്ടാൻ ഡയറക്റ്റ് വന്നതെന്ന് പറഞ്ഞു. കണ്ണൂരിൽ ഇവിടെ വരെ നമ്മളടുത്ത് വരികയെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും, കാരണം അത് നമ്മൾ പറയാത്ത കാര്യത്തിൽ കഷണ്ടി ഞങ്ങൾ അവരോട് പറയാം 2 ലിറ്റർ അല്ല 2 100ന്റെ ബോട്ടിൽ വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞു. പക്ഷെ അവര് നമ്മളോട് പറഞ്ഞത് നമ്മൾ ഇപ്പൊ ആദ്യം ഉപയോഗിച്ച് 2 ബോട്ടിൽ വാങ്ങിച്ച് റിസൾട്ട് ഉണ്ടായപ്പോഴാണ് നല്ല. അപ്പൊ നമ്മളെ വോയിസ് ഒക്കെ എന്റെ അടുത്തുണ്ട്, അതിന്റെ അവരയച്ച വോയിസുകളൊക്കെ ഏകദേശം നല്ല തിളച്ച് വരുന്നുണ്ട് നമ്മളെണ്ണ. നമ്മൾ ജസ്റ്റ് ഒന്ന് ഉപ്പ് മതി, തലക്ക് തണുപ്പിനോ ഇതിനൊക്കെ നല്ലതാണ്. അപ്പൊ ഇതിൽ ഒരുപാടധികം ചേരുവകളുണ്ട് അല്ലേ? അതെ അതെ. അപ്പൊ നമുക്ക് ഇതൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചേ ഉള്ളൂ. പക്ഷെ നമുക്ക് ഞാൻ പറയും ഉണക്കി പൊടിക്കാന്ന് പറഞ്ഞ കാര്യം, അതിലേക്ക് നമുക്ക് ഒരുപാട് പണികളുണ്ട്. അപ്പൊ നമുക്ക് ഉണക്കി പൊടിച്ച ഒരുപാട് പേരുണ്ട്. പക്ഷെ ആരെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കൂല. കാരണം ചെയ്യിപ്പിക്കാന്ന് വെച്ചാൽ അവർക്ക് വേറെ എന്തെങ്കിലും അതിൽ ആഡ് ചെയ്യുന്നുണ്ടോ നമുക്കത് അറിയില്ലല്ലോ. കൂടെ വന്നിട്ട് തന്നെ നമ്മളതെല്ലാം ചെയ്യുന്നത്. ഇതിപ്പോ ഒന്ന് തിളച്ച വെളിച്ചെണ്ണയിലേക്ക് ഒരു കുറച്ച് വെളിച്ചെണ്ണ ഫുള്ള് ഒഴിക്കണേ. ഒരു 15 ലിറ്റർ കൂടെ ഒഴിക്കണേ. നമ്മൾ ഓൾറെഡി 15 ലിറ്റർ തിളപ്പിച്ചല്ലോ, അതിലേക്ക് വീണ്ടും 15 ലിറ്റർ ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചൂടായപ്പോ ഓഫ് ചെയ്തു. റെഡിയായി അല്ലേ? ഓക്കെ. ഓയിൽ റെഡിയായി. അപ്പൊ പ്രേക്ഷകർക്ക് ശരിക്കും ഇത് ബോധ്യപ്പെട്ട് കാണും. ഈ ഒരു പച്ചക്കർപ്പൂരം വാങ്ങിക്കുന്നത് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നത്. പക്ഷെ ഇത് നമുക്കൊരു 30 ലിറ്ററിലേക്ക് നമ്മൾ 2 3 ഇട്ടാൽ മതി. തലക്ക് തണുപ്പിനും മറ്റുള്ള കാര്യത്തിനൊക്കെ നല്ല കാര്യമാണ്. വേറെ ഒന്നും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നില്ല. ഞങ്ങൾ ആദ്യത്തെ പരീക്ഷണം ഞങ്ങളിൽ തന്നെയാണ്. തീരെ മുടിയില്ലാത്ത ഒരാളായിരുന്നു. തീരെ മുടിയില്ലാന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ വെട്ടിക്കൊടുത്തതാണ്. അപ്പൊ ഈ തിക്കൊക്കെ നമ്മളെ ഈ ഹെയർ ഓയിലിന്റെ ഒരു ഗുണം തന്നെയാണ്. അത്രയും തിക്ക് വരാനും ഇത്രയും തിക്കൊന്നും ഇല്ലാത്തൊരു മുടിയായിരുന്നു. അപ്പൊ ഇത് സ്ഥിരമായിട്ട് മക്കള് ഉപയോഗിക്കുന്നുണ്ട്. സ്ഥിരമായിട്ട് നമ്മൾ തന്നെയാണ് സ്ഥിരമായിട്ട്. ഇനിയിപ്പോ സ്കൂളിൽ പോണ സമയത്തും ഇപ്പൊ താരന്റെ ബുദ്ധിമുട്ട് നല്ല ഉണ്ടായിരുന്നു. അപ്പൊ താരന്റെ ബുദ്ധിമുട്ടിനൊക്കെ നമുക്ക് ഒരുപാട് മാറ്റം വന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മൾ സ്കൂളിൽ പോണ സമയത്ത് വെറുതെ നമ്മൾ സാധാ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്ന പോലെ തൊട്ടുമതി കൊടുക്കും. അങ്ങനെ വെറുതെ ജസ്റ്റ് ഒന്ന് തേക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഞങ്ങൾക്ക് 2 പേർക്കും എനിക്കും ഇവക്കൊക്കെ നല്ല മുടി ഉണ്ടെന്ന് പറഞ്ഞ പരാതിയായിരുന്നു ഇവക്ക് എപ്പോഴും. ചുള്ള മുടിയാണെങ്കിലും ഇവക്ക് ഒരുപാട് വ്യത്യാസമുണ്ട്. ആദ്യം ഈ എണ്ണ യൂസ് ചെയ്യാൻ പറയുമ്പോൾ ഭയങ്കര മടിയാണ്. സമയം പിടിപ്പിച്ച് നിൽക്കണല്ലോ. അപ്പൊ അവരായിട്ട് തന്നെ വന്ന് തേക്കും. മോളായാലും തിക്കില്ലാത്ത മുടിയായിരുന്നു ഇവർക്ക് 2 പേർക്കും. നല്ല കട്ട തിക്കാണ് അല്ലേ? വേറൊരു കളർ ചെമ്പൻ കളറായിരുന്നു മുടി. അതിനൊക്കെ ഒരു മാറ്റമുണ്ട്. ഇപ്പൊ നല്ല ബ്ലാക്ക് ആയിട്ടുണ്ട് അല്ലേ? 2 പേർക്കും നല്ല ബ്ലാക്ക് ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്തൊരു കാര്യമായാലും നമ്മളെ മക്കളിൽ നമ്മള് പരീക്ഷിക്കൂലല്ലോ. എന്തായാലും മക്കൾക്ക് കൊടുത്തിട്ട് നല്ല റിസൾട്ട് ഉള്ളതുകൊണ്ട് തന്നെയാണ്. അപ്പൊ മോള് വരെ സ്കൂളിൽ പോയിട്ട് കുട്ടികളോട് പറയലുണ്ട്. 2 ബോട്ടിലോളം അവളെന്നെ കൊണ്ടുപോയിട്ടുണ്ട്. ഓ അത് ശരി. അവളുടെ മുടി കണ്ടിട്ട് കുട്ടികൾ ചോദിക്കുന്നുണ്ടാവും അല്ലേ? എനിക്ക് നല്ല താരനുണ്ടായിരുന്നു. പിന്നെ മുടി കൊഴിച്ചിലും നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. താരന് കാരണമാണ് മെയിൻ ബുദ്ധിമുട്ടുണ്ടായത്. അപ്പൊ ഞാൻ ഇവരെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് ഞാൻ തേച്ച്. അപ്പം എനിക്ക് ഒരു 3 ദിവസം കൊണ്ട് തന്നെ താരൻ നല്ല കുറച്ചിലുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ വീണ്ടും തേക്കൽ തുടങ്ങി. ഇപ്പൊ താരൻ സത്യം പറഞ്ഞ താരനില്ല. ഈ ശരിക്കും പറഞ്ഞാലേ ഈ താരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കാലമായിട്ടുണ്ടായിരുന്നാണോ? കൊറേ ഞാന് പഠിക്കുന്ന ടൈമിൽ ഉണ്ടായിരുന്നു. പിന്നെ ഡോക്ടറെ കാണിച്ച് ഷാമ്പൂ ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു മാറ്റമില്ല. ഇപ്പം എനിക്ക് മുഴുവനായിട്ട് താരം പോയി. വൈഫ് സജസ്റ്റ് ചെയ്താണ്. ഞാന് സത്യം പറയുന്നുണ്ടെങ്കിൽ ഇത് ഫസ്റ്റില് ഒരു പരിഹാസ രൂപത്തിലാണ് ഞാനിത് എടുത്തത്. കാരണം എനിക്ക് നല്ല താരന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവള് പറഞ്ഞ സമയത്ത് ഞാൻ ആദ്യം ചോദിച്ച എമൗണ്ടും കാര്യങ്ങളും. അപ്പോൾ ആ എമൗണ്ട് ഇത്രയും ഒരു നിസ്സാരം എന്നല്ല, ഒരു കുറഞ്ഞ രീതിയിലുള്ള ഒരു എമൗണ്ട് കേട്ടപ്പോൾ എനിക്ക്, നമ്മളിപ്പോൾ പല ഇൻസ്റ്റാഗ്രാമും പല ആഡ്സ് നമ്മൾ കാണുന്ന ആളുകൾ. അപ്പോൾ ആ ഒരു ഇതിലാണ് ഞാനൊരു നെവർ മൈൻഡ് എന്നുള്ള രീതിയിലാണ് ഞാൻ ഇവളെ കളിയാക്കിക്കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്ത് ഇത് വാങ്ങിയത്. പക്ഷെ ഇവള് പറഞ്ഞ പോലെ തന്നെ ഒരു 1 വീക്ക് ഞാൻ യൂസ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് നല്ല ഒരു റിസൾട്ട് കിട്ടി. കാരണം 2-3 ദിവസം കൊണ്ട് എൻ്റെ ചൊറിച്ചിലിന് നല്ലൊരു ആക്കണ്ടായിരുന്നു. ഭയങ്കര ചൊറിച്ചിലായിരുന്നു. അതിന് നല്ല മാറ്റം വന്ന് പിന്നീട് എന്ത് ചെയ്ത് കുറച്ച് ഇങ്ങനെ എന്താ പറയാ മുടി കൊഴിഞ്ഞത് ഇങ്ങനെ കുറഞ്ഞ് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതുപോലെ ഇവരൊരു സ്റ്റുഡന്റിനെയാണ് വാങ്ങിച്ചിട്ട് അവര് ചെറുപ്പത്തിലേ നര +2 പഠിക്കണ കുട്ടിയാണ്. ചെറുപ്പത്തിലെ മുടി മൊത്തത്തിൽ നരച്ചിട്ട് അപ്പൊ അതല്ല മാറ്റമുണ്ട്. പെട്ടെന്ന് മുടി കറുപ്പ് കളർ വരികയല്ല, ഒരു റെഡ് കളർ വന്നിട്ട് അങ്ങനെ ആ നര കുറഞ്ഞു പോയി എന്നൊരു അവരെ റിവ്യൂ പറഞ്ഞിരുന്നു. ആണോ? അത് ആൺകുട്ടിയാണോ അല്ലെങ്കിൽ പെൺകുട്ടിയാണോ? ആൺകുട്ടിയാണ്. അത് ശരി. അപ്പൊ വീണ്ടും ഇത് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അവരിപ്പോ അതിന്റെ ഒരു എന്തായിട്ടുണ്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു യൂസർ ആയിട്ട് മാറിയിട്ടുണ്ട് അല്ലെ? അപ്പൊ ആ കുട്ടിക്ക് ശരിക്കും പറഞ്ഞാൽ അകാലനരയായിരുന്നു. പേരെന്താണ്? സുഹറ. ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ കുറെ ആൾക്കാർക്ക് കൊടുത്തിട്ടുമുണ്ട്. എല്ലാവർക്കും നല്ല റിസൾട്ടാണ്. എന്റെ മുടി പൊട്ടലും
പിന്നെ താരനുണ്ട് എനിക്ക്. അതിനൊക്കെ നല്ല റിസൾട്ട് കണ്ടപ്പോഴാണ് പിന്നെ ഇവരോട് പറഞ്ഞിട്ട് എൻ്റെ കൂടെ ഉള്ളൊരു ടീച്ചറുണ്ട് ഫറൂഖ് കോളേജിൽ. ആ ടീച്ചറോട് പറഞ്ഞ ടീച്ചർ മുഖേനാണ് മാഷ്മാർക്കും അവർക്കൊക്കെ കൊടുത്തത്. അവർക്കൊക്കെ നല്ല റിസൾട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. ഓ ശരി. അപ്പൊ ഇത്രയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇത് എത്ര കാലം ഉപയോഗിക്കേണ്ടി വന്നു? എങ്ങനെയായിരുന്നു ഉപയോഗിച്ചപ്പോ ഒരു റിസൾട്ട്? ഞാനൊരു 4 കുപ്പി ഉപയോഗിച്ചിട്ടുള്ളൂ. പിന്നെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അപ്പത്തെ മുടി പൊട്ടലും താരനൊക്കെ കുറവ് വന്ന് ഇതൊരു 2 മാസം കൂടി എന്റെ താരനൊക്കെ പോയി. മുടി പൊട്ടല് പിന്നെ അത് തേച്ച് കുറച്ച് കഴിഞ്ഞപ്പോ ഒരാഴ്ച കഴിഞ്ഞപ്പോ തന്നെ കുറെ കുറവ് ഇങ്ങനെ തോന്നി. ഫറൂഖ് കോളേജിലെ അധ്യാപകര് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞില്ലേ അപ്പൊ നിങ്ങൾ കൊടുത്തിട്ട്? അപ്പൊ അവരൊക്കെ എന്ത് പ്രശ്നമായിട്ടായിരുന്നു ഇത്? അത് ഒരു മാഷ് കഷണ്ടിന് കുറെ ഇപ്പൊ കഷണ്ടി അതിനെ കൊണ്ടാണ് മാഷ് ഇത് ഉപയോഗിച്ചത്. ഇപ്പൊ മാഷക്ക് മുടി വരുന്നുണ്ട്, നല്ല മാറ്റമുണ്ട്. കഷണ്ടി ആയിട്ടുള്ള ആളുടെ തലയിൽ മുടി വരുന്നുണ്ട്. ഇവനെ പ്രസവിച്ചതിന് ശേഷം ഭയങ്കര മുടി കൊഴിച്ചില്, താരന്, അങ്ങനത്തെ പ്രശ്നങ്ങൾ നല്ലോണം ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഒരു ഓയിൽ ഉണ്ടെന്ന് അറിയാനിടയായത്. അപ്പൊ അങ്ങനെ കിട്ടിയപ്പോ ആദ്യം ഒരു ബോട്ടിൽ ഉപയോഗിച്ച് നോക്കിയപ്പോ എനിക്ക് നല്ല മാറ്റമുണ്ട്. അപ്പൊ ഒരു പറഞ്ഞ് കുട്ടികൾക്കും എല്ലാവർക്കും യൂസ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഇവന് ഒരു വയസ്സായിട്ടും മുടി വല്ലാതെ അങ്ങനെ വരുന്നില്ലായിരുന്നു. അങ്ങനെ ഇങ്ങനെയൊക്കെ എത്ര മുടി കളഞ്ഞിട്ടും മുടി നല്ല വരുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ ഉപയോഗിക്കണ പോലെ തന്നെ ഇവനക്ക് ഉപയോഗിച്ചു കൊടുത്തപ്പോൾ ഇവന്റെ മുടി നല്ലതുപോലെ ഇങ്ങനെ വരൽ തുടങ്ങി. അത് തേച്ചതിന് ശേഷം ഇങ്ങനെ മറ്റത് ഇങ്ങനെ അല്ലായിരുന്നു. മുടി കളറും വ്യത്യാസം ഉണ്ടായിരുന്നു. മുടി വരുന്നതും വേറൊരു എന്താ പറയാ മിനുസല്ലാത്തൊരു മുടിയായിരുന്നു. അത് തേച്ചതിന് ശേഷം നല്ല മിനുസും നല്ല തിക്കിലൊക്കെ വരൽ തുടങ്ങി. പിന്നെ വേറെ 2 മക്കളുണ്ട്, അവർക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഹസ്ബൻഡ് ഫുള്ള് മുടി കൊഴിച്ചിലായിട്ട് താരനുള്ള ആളായിരുന്നു, ഓരോ യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും നല്ല മാറ്റമുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് പ്രസവത്തിന് ശേഷമാണ് ഇങ്ങനെ വന്നതെന്ന് പറഞ്ഞു. അത് ചിലർക്കൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പ്രസവത്തിന് 3 കുട്ടികളുണ്ട് എനിക്ക്. 3 പ്രസവത്തിലും ഇങ്ങനെ തന്നെ ആയിരുന്നു. അപ്പൊ ഇവന് പ്രസവിച്ചപ്പോഴാണ് ഇതിനെ പറ്റി ഒരു അറിവ് കിട്ടിയത്. അപ്പോഴാണ് ഞാൻ ഇത് യൂസ് ആക്കൽ തുടങ്ങിയത്. അപ്പൊ എന്റെ കല്യാണത്തിന്റെ ഒക്കെ മുന്നേ എന്റെ മുടി എങ്ങനെയായിരുന്നു അതുപോലെ എനിക്ക് അതേ മുടി പിന്നെ വീണ്ടും എടുക്കാൻ കഴിഞ്ഞു. ഇത് ഉപയോഗിച്ചതിന് ശേഷം നല്ല ഇപ്പൊ ഒരു പ്രശ്നമില്ല. ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട് നമ്മള്. പിന്നെ വീട്ടിലുണ്ടാക്കി നോക്കിയിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തർ അത് ഉണ്ടാക്കിയാല് അങ്ങനൊക്കെ പറഞ്ഞിട്ട് കുറെ നമ്മൾ തന്നെ ഉണ്ടാക്കിയതും വാങ്ങിയതൊക്കെ ഉപയോഗിച്ചേ. പക്ഷെ അപ്പോഴൊന്നും നമുക്ക് ഈ ഒരു മാറ്റം കിട്ടിയിട്ടില്ല. പിന്നെ ഇത് ഒരു ബോട്ടിൽ ഉപയോഗിച്ചപ്പോ തന്നെ നമുക്ക് മാറ്റം ഒരാഴ്ച ഒരു 15 ദിവസം ആയപ്പോ തന്നെ മാറ്റം നല്ലോണം കണ്ടു തുടങ്ങിയത്. അപ്പൊ പിന്നെ ഇതന്നെ ഇപ്പൊ എപ്പോഴും യൂസ് ചെയ്തോണ്ട് നിൽക്കണ്ടല്ലേ. ഇപ്പൊ ഇത് നിർത്തി കഴിഞ്ഞാൽ അങ്ങനെ മുടി കൊഴിച്ചിൽ വീണ്ടും വരുന്നു അങ്ങനെ എന്തെങ്കിലും പ്രശ്നം? അങ്ങനെ പ്രശ്നമൊന്നുമില്ല. നമ്മള് ഒരു 3 ബോട്ടിൽ നമ്മൾ അടുപ്പിച്ച് ഉപയോഗിക്കണം. പക്ഷെ നിർത്തി കഴിഞ്ഞാല് കുഴപ്പം അങ്ങനെ ഒന്നുമില്ല. പക്ഷെ നമ്മൾ എന്തായാലും നമ്മൾ കുളിക്കുമ്പോ നമ്മള് എണ്ണ യൂസ് ചെയ്യണല്ലോ. അപ്പൊ അതിന് പകരമായിട്ട് ഇത് ഡെയിലി യൂസ് ചെയ്യണം. അതാ പറഞ്ഞ 1 കൊല്ലമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഞങ്ങളത് മാറ്റിയിട്ടില്ല. ഓ അത് ശരി. അതായത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ പോലെ തന്നെ ഉപയോഗിക്കാനും പറ്റും അല്ലേ? ഓ അത് ശരി. നിർത്തണമെന്നൊന്നും എങ്ങനെയായാലും നമുക്കത് നിർബന്ധമല്ലേ. അപ്പൊ അങ്ങനെ ഉപയോഗിക്കണം. ഇതാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞ ഞങ്ങളെ 8 മന്ത് ബേബി. ഞങ്ങളെ ഫാമിലിയിലെ ഏറ്റവും ചെറിയ ആളാണ്. ആളുടെ ഈ ഹെയറിൽ വരെ ഞങ്ങൾ യൂസ് ചെയ്യുന്നത് ഫാദി തന്നെയാണ് കേട്ടോ. അപ്പൊ ഈ ഭാഗത്തൊന്നും തീരെ മുടി വരാറില്ല. അപ്പൊ അവൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഈ ഭാഗത്തൊന്നും വരാത്തോണ്ട്. അപ്പൊ അനിയത്തിയെ പറഞ്ഞത് നമ്മളെ ഫാദി ഉപയോഗിച്ച് നോക്കുന്നു. ഏതായാലും ഡെയിലി ഉപയോഗിക്കുന്നുണ്ട്. അതിനുള്ള നല്ലൊരു മാറ്റമുണ്ട്. നല്ല കറുപ്പും വന്നിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ ഹെയർ വന്നിട്ടുണ്ട്. കുട്ടിയുടെ മുന്നേ കാണുന്നവർക്ക് അറിയാം. അപ്പൊ ഇത്രയും ചെറിയ കുട്ടികൾക്ക് വരെ നമുക്ക് യൂസ് ചെയ്യാന്നാണ് പറയുന്നത്. ഇത് 100 മില്ലിന്റെ ബോട്ടിൽ 180 രൂപയാണ്. 500 ml 780 രൂപ. 780. ആവശ്യക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഇത് എങ്ങനെ കിട്ടുക അതൊന്ന് പറഞ്ഞുതരുമോ? എന്താണ് അതിന്റെ സംവിധാനം? വാട്സപ്പ് നമ്പർ അയക്കുന്നുണ്ട്. ചില സമയത്ത് നമ്മളെ വിളിച്ചാൽ കിട്ടുന്നില്ല എന്നുള്ള പ്രശ്നങ്ങൾ വരലുണ്ട്. പക്ഷെ വിളിച്ചിട്ട് കിട്ടായില്ല. നമുക്ക് കോള് വന്നോണ്ട് നിൽക്കുമ്പോൾ നമ്മൾ ഓരോ കോളിനും അതിനുള്ള മറുപടി കൊടുക്കുന്ന സമയത്താണ് വേറെ ആള് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ നമ്പർ കൊടുക്കാം അല്ലെ? എവിടെ വരെയൊക്കെയാണ് നിങ്ങൾ ഇത് അയച്ചു കൊടുക്കുന്നത്? ഇപ്പൊ നമ്മള് കേരളത്തിനുള്ളിലും കേരളത്തിന് പുറത്തുമാണ് അയച്ചു കൊടുക്കുന്നത്. ഇന്ത്യയാണ് നമ്മളെ ഉള്ളത്. പിന്നെ നമുക്ക് ഇപ്പൊ കൂടുതലും വിദേശത്ത് ഇപ്പൊ ഞാൻ പറഞ്ഞ ജർമ്മനി ആ ഭാഗത്തൊക്കെ നമുക്ക് പോകുന്നുണ്ട്. ഡയറക്റ്റ് കൊറിയർ അല്ല. അപ്പൊ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവര് മുഖേന അവരെ ഫ്രണ്ട്സോ കസിൻസോ അങ്ങനെ ആരെങ്കിലും ഒക്കെ പോകുന്നുണ്ടെങ്കിൽ അവര് മുഖേനയാണ് വിദേശത്തേക്ക് എത്തുന്നത്. ഓക്കെ, ഇപ്പൊ കേരളത്തിനകത്താണെങ്കിൽ എത്ര ദിവസം എടുക്കും? ഇപ്പൊ ഒരാൾ ഇന്ന് ഓർഡർ ചെയ്താൽ എത്ര ദിവസം കൊണ്ടാണ് കിട്ടുക? അതേപോലെ ഇന്ത്യക്കകത്ത് മറ്റു സ്ഥലങ്ങളിലേക്ക് എത്ര ദിവസം കൊണ്ട് നിങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയും? കേരളത്തിനുള്ളിലാണെങ്കിൽ നമ്മൾ കസ്റ്റമർ അടുത്ത് പറഞ്ഞ 3 ദിവസമാണ്. കേരളത്തിന് പുറത്താകുമ്പോൾ ഒരു 5 ദിവസം. തിങ്കൾ മുതൽ ശനി വരെയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. കസ്റ്റമർ അടുത്തൊക്കെ പറഞ്ഞ് വിളിക്കാനുള്ള സമയം. ഞായറാഴ്ച നമുക്ക് ഇല്ല, വിളിച്ചാൽ കിട്ടൂല്ല. പിന്നെ ഞാൻ സമയത്ത് ഫ്രീ ആവണ സമയത്ത് നോക്കിയാല് എനിക്കൊരു മറുപടി കൊടുക്കാൻ പറ്റുള്ളൂ. സ്റ്റാഫുകളൊന്നും ഉണ്ടാവില്ല. തിങ്കൾ മുതൽ ശനി വരെ ഉണ്ടാവുള്ളൂ. 10 മണി മുതൽ 4:45 ലാസ്റ്റ് സമയം അതാണ്. അതിന് ശേഷം നമുക്ക് പാക്കിങ്ങും പിന്നെ കൊറിയർ പോണ സമയമൊക്കെയാണ്. ആ സമയത്തൊക്കെ ചില ആളുകൾ വിളിച്ചാൽ കിട്ടാത്ത പ്രശ്നം ആ സമയത്താണ് വരല്.
അത് ശരി. 4:45 തന്നെ അതിനുള്ളിൽ കഴിയുന്നത് മൈലാഞ്ചി വിളിക്കാൻ നോക്കുക. അതിന് ശേഷം കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല, വാട്സപ്പിൽ ഒരു ഹായ് അയച്ചിട്ടാലോ അല്ലെങ്കിൽ നിങ്ങൾ അഡ്രസ്സ് അയച്ചിട്ടാലോ ബാക്കി എല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് തന്നെ വോയിസ് ആയിട്ട് അതിൽ വരും. ഓക്കെ.